ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മ്യാൻമാർ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ബംഗ്ലാദേശ് പ്രദേശങ്ങളിൽ ബുദ്ധമതക്കാർക്കും ഹിന്ദുക്കൾക്കുമെതിരെ ജിഹാദി ഗ്രൂപ്പുകൾ അതിക്രമം നടത്തുന്നു എന്നാണ് അരാക്കൻ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത്. മ്യാൻമറിലെ റാഖൈൻ പ്രവിശ്യയിൽ നിർണായകമായ സ്വാധീനം, പലയിടത്തും ഭരണവും ഒക്കെ ഉള്ളവരാണ് അരാക്കൻ സൈന്യം. അവർ ഇക്കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് അതിർത്തിയിൽ കടന്നു കയറി ഒരു പ്രദേശം പിടിച്ചെടുത്തിരുന്നു. ബംഗ്ലാദേശിലെ ടെക്നാഥു മേഖലയുടെ ചില ഭാഗങ്ങളാണ് ഇങ്ങനെ പിടിച്ചെടുത്തത്. റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകൾക്കും ബംഗ്ലാദേശിലെ പ്രതിസന്ധിയുടെ മൂലകാരണങ്ങളിൽ ഒന്നായ കുപ്രശസ്തമായ സെന്റ് മാർട്ടിൻ ദ്വീപിനും സമീപമുള്ള പ്രദേശം തന്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇതിന്റെ പിന്നാലെയാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ ജിഹാദി ഗ്രൂപ്പുകൾ ക്രൂരതകൾ നടക്കുന്നതായിട്ട് അവർ സ്ഥിരീകരിക്കുന്നത്. അവർ ഒരുമിച്ച് കൂടുന്നു, അല്ലാഹു അക്ബർ എന്ന് മുഴക്കുന്നു. മനുഷ്യത്വരഹിതമായിട്ടുള്ള പല കൃത്യങ്ങളും അവിടെ നടക്കുന്നു എന്നാണ് അരാക്കൻ സൈന്യത്തിന്റെ വെളിപ്പെടുത്തൽ. മ്യാൻമറിലെ സൈനിക ജുണ്ടയും ഈ ജിഹാദി ഗ്രൂപ്പുകളിൽ ചിലരും നമ്മുടെ രാജ്യത്തിനെതിരായും പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നുമാണ് അരാക്കൻ സൈന്യം പറയുന്നത്. എവിടെയാണോ മത ഇതരത്വമുള്ളത് അവിടെയൊക്കെ നുഴഞ്ഞു കയറുക, അവിടെയൊക്കെ ബഹളമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചിഹ്ന ഭിന്നമാക്കുക, അത്ര തന്നെ. തലയും ഉടലും വേറെ വേറെ ആക്കുക. ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏകദേശം 11 തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ റോഹിംഗ്യ സോളിഡാരിറ്റി ഓർഗനൈസേഷൻ അഥവാ RSO, അരാക്കൻ റോഹിംഗ്യ സാൽവേഷൻ ആർമി അഥവാ ARSC, അരാക്കൻ റോഹിംഗ്യൻ ആർമി ARA, ഇതൊക്കെ അവരുടെ സംഘടനകളാണ്. അവരുടെ അതിക്രമങ്ങൾ കാരണം നൂറുകണക്കിന് ആളുകളാണ് മരിക്കുന്നത്. കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ, ഇവ ബുദ്ധമതക്കാർക്കും ഹിന്ദുമതക്കാർക്കും എതിരെയാണ് സജീവമായി നടക്കുന്നത്. അരാക്കൻ സൈന്യം കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടിയാണ് രംഗപ്രവേശം ചെയ്യുന്നത്. അൽ ഖ്വയ്ദയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും റോഹിംഗ്യ സോളിഡാരിറ്റി ഓർഗനൈസേഷൻ അഥവാ RSOയ്ക്ക് പങ്കാളിത്തമുണ്ട് എന്ന് അരാക്കൻ സൈന്യം പറയുന്നു. ഗ്ലോബൽ അരാക്കൻ നെറ്റ്വർക്കിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇസ്ലാമിസ്റ്റുകൾ മങ്ഡോയില് മുസ്ലിം ജനസംഖ്യയെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയും ബുദ്ധരും ഹിന്ദുക്കളും ഉൾപ്പെടുന്ന അമുസ്ലിം ജനസംഖ്യയുമായി പോരാടാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. റാഡിക്കൽ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ ക്യാമ്പുകളിൽ നിന്ന് 6 വയസ്സുവരെ പ്രായമുള്ള അനാഥരായ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നു. നോക്ക്, 6 വയസ്സുള്ള ആളെ യുവാക്കളെന്നാണോ നമ്മുടെ നാട്ടിൽ പറയുക? എന്നിട്ട് അവരെ കൗമാരക്കാരാകുന്ന സമയത്ത് പോരാടാൻ അവരെ പരിശീലിപ്പിക്കുകയാണ്. ആയുധ പരിശീലനമടക്കം. ഇരുമ്പ് നിക്കർ എങ്ങനെ ഇട്ട് ബെൽറ്റ് ഇട്ട് മുറുക്കണമെന്നവരെ പഠിപ്പിക്കുകയാണ് നാളത്തെ ചാവേറാകാൻ. തങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ഈ ഗ്രൂപ്പുകളെ ബംഗ്ലാദേശികൾ സഹായിക്കുന്നു എന്ന് അരാക്കൻ സൈന്യം ആരോപിക്കുന്നു. എന്നാൽ ബംഗ്ലാദേശിൽ നടക്കുന്ന സകലമാന ക്രൂരകൃത്യങ്ങൾക്കും പിന്നിൽ അറബ് രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ഖത്തർ. ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ? ഇന്ത്യയോട് അരി ചോദിക്കുന്നു, അതിന് പകരം നിങ്ങൾക്ക് ഞങ്ങൾ ഉദകക്രിയയ്ക്ക് അരി ശരിയാക്കി തരാം. അരിയും മലരും ഒക്കെ ഹിന്ദുക്കളുടെ ഉദകക്രിയക്ക്, മരണാനന്തര ക്രിയകൾക്ക് ഉപയോഗിക്കുന്നതാണല്ലോ. നിങ്ങൾ ഞങ്ങൾക്ക് അരി തരൂ, ഞങ്ങൾ ആ അരി വെച്ച് തിന്നട്ടെ. ജീവിതം കെട്ടിപ്പടുത്തിട്ട് വേണം നിങ്ങൾക്ക് ഉദകക്രിയയ്ക്ക് അരിയും മലരും ശരിയാക്കി തരാൻ. ഇപ്പോൾ തെണ്ടിക്കൊണ്ടിരിക്കുക ബംഗ്ലാദേശ്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് ബംഗ്ലാദേശിൽ അധികാരം പിടിച്ചെടുത്ത ഇടക്കാല സർക്കാരിന് തെറ്റിപ്പോയി. അമ്പേ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി വരിഞ്ഞു മുറുകുന്നതിനിടയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും തീ പിടിക്കുന്നത് ബംഗ്ലാദേശിന് താങ്ങാകുന്നതിനപ്പുറമായി കഴിഞ്ഞു. ബംഗ്ലാദേശിന് ഇനിയും മുന്നോട്ട് പോകാൻ പ്രയാസമാണ്, താങ്ങാൻ സാധിക്കില്ല. ഇപ്പോഴിതാ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ വീണ വിള്ളൽ ഉളുപ്പില്ലാതെ ഇന്ത്യ പലതവണ പറഞ്ഞു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഉപദ്രവിക്കരുത്. എന്നിട്ടും വകവയ്ക്കാതെ ബംഗ്ലാദേശിലെ മുഴുവൻ ഹിന്ദുക്കളെയും ഇല്ലായ്മ ചെയ്യുമെന്ന് മുദ്രാവാക്യം മുഴക്കിയ ആളുകൾക്ക് തലയ്ക്ക് മുകളിൽ കൈ കാണിച്ച് ഓക്കെ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ സർക്കാർ ഇന്ത്യയോട് ഇപ്പോൾ മുഹമ്മദ് യൂനസ് സർക്കാർ സഹായം അഭ്യർത്ഥിക്കുകയാണ്. കടുത്ത ഭക്ഷ്യക്ഷാമമാണ് നേരിടുന്നതെന്നും പണപ്പെരുപ്പത്തിനുമിടയിൽ ഭയങ്കരമായിട്ടുള്ള കടം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തിരമായി കുറഞ്ഞ നിരക്കിൽ 50,000 ടൺ അരി വേണമെന്നാണ് ബംഗ്ലാദേശിന്റെ ആവശ്യം. ഇന്ത്യ കേട്ടതായിട്ട് പോലും ഭാവിച്ചിട്ടില്ല. നിലവിലെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 11.48 ലക്ഷം ടണ്ണായി കുറഞ്ഞിട്ടുണ്ട്. അരിഭക്ഷണത്തെ കൂടുതലായി ആശ്രയിക്കുന്ന രാജ്യത്ത് അരിയുടെ ശേഖരം വെറും 7.42 ലക്ഷം ടൺ മാത്രം.
ഇതോടുകൂടിയാണ് പരിഹാരത്തിന് വേണ്ടി ബംഗ്ലാദേശ് ഇന്ത്യയെ ആശ്രയിക്കുന്നത്. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയാണ് ബംഗ്ലാദേശിന്. ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ ലഭിച്ചിരുന്ന വൈദ്യുതിക്ക് മുടക്കം വന്നു. രാജ്യത്തെ തൊഴിൽ മേഖലയിലെ വിദേശ നിക്ഷേപം പരിമിതപ്പെടുത്തുകയും കയറ്റുമതി താഴ്ത്തുകയും ചെയ്തു. ഇവയ്ക്കെല്ലാം പുറമെയാണ് ആഭ്യന്തര സുരക്ഷ അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മ്യാൻമാറിലെ വിമത സൈനിക വിഭാഗമായ അരാക്കൻ ആർമിയുടെ മുന്നേറ്റവും ബംഗ്ലാദേശിന് തലവേദനയാണ്. ബംഗ്ലാദേശ് അതിർത്തിയിലെ അവസാന പട്ടണവും അതീവ തന്ത്ര പ്രധാന കേന്ദ്രവുമായ മാങ്ഡോ മ്യാൻമാർ പട്ടണമായ ടാറ്റുമോഡോയിൽ നിന്ന് അരാക്കൻ സൈന്യം പിടിച്ചെടുത്തു കഴിഞ്ഞു. അതോടുകൂടിയാണ് ബംഗ്ലാദേശിന് ഏറ്റവും കൂടുതൽ കിട്ടിയത്. നിലവിൽ ബംഗ്ലാദേശ് അതിർത്തിയിലെ മ്യാൻമാറിന്റെ 271 കിലോമീറ്ററോളം അരാക്കൻ സൈന്യത്തിന്റെ കൈവശമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ലോക്നാഥ് മേഖലയുടെ ചില ഭാഗങ്ങൾ പിടിച്ചെടുത്ത് സെന്റ് മാർട്ടിൻസ് ദ്വീപിന് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അരാക്കൻ ആർമി. ബംഗ്ലാദേശ് സ്വന്തം ജനതയെ തന്നെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബംഗ്ലാദേശിനെ തന്നെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അരാക്കൻ സൈന്യവും അതുപോലെ ഇസ്രായേലുമൊക്കെ. അതിനിടയിലാണ് അരാക്കൻ സൈന്യത്തിന് ഇന്ത്യയുടെ സഹായം ലഭിക്കുന്നുണ്ട് എന്ന വ്യാഖ്യാനങ്ങൾ പുറത്തുവരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമായി മിസോറാമിൽ നിന്നുള്ള രാജ്യസഭ MP അരാക്കൻ സേന മേധാവികളെ കണ്ടു എന്നതാണ് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്. മ്യാൻമാറിലെ റാഖൈൻ സൈന്യം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബുദ്ധിസ്റ്റ് സായുധ സംഘടനയാണ് അരാക്കൻ ആർമി. റാഖൈൻ പ്രവിശ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അരാക്കൻ ആർമിയുടെ അധീനതയിലാണ്. 2021 ജനകീയ സർക്കാരിനെ അട്ടിമറിച്ച് സൈന്യം അധികാരം പിടിച്ചെടുത്തതിനെ തുടർന്നുണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങളും അവർക്ക് കരുത്തു പകർന്നിട്ടുണ്ട്. റാഖൈൻ നിവാസികളുടെ സ്വയംഭരണമാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും മ്യാൻമാർ പട്ടണമായ ടാറ്റുമഡോയ്ക്കെതിരെ ഇവർ നേടിയ വിജയവും അരാക്കൻ ആർമിയെ അതിർത്തി കടന്ന് ചിറ്റഗോങ്ങിലെ മതപീഡനം നേരിടുന്ന ബുദ്ധരെയും ഹിന്ദുക്കളെയും ഒക്കെ രക്ഷിക്കാൻ പ്രേരിപ്പിക്കുമോ എന്നതും ഇന്നത്തെ ചർച്ചാ വിഷയമാണ്. വിമത സേനകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തും മറ്റുമൊക്കെ മ്യാൻമാറിലെ അസ്ഥിരമായ സ്ഥിതിവിശേഷങ്ങൾ ചൈനയെന്ന് മുതലെടുത്തിട്ടുണ്ട്. സമാധാന പ്രക്രിയയ്ക്ക് മുൻകൈയെടുത്ത് രാജ്യത്ത് മുൻതൂക്കം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് ചൈന. ഇത്തരത്തിൽ മ്യാൻമാറിലെ സൈനിക സർക്കാരിലും വിമത സംഘങ്ങളിലും വളർന്നു വരുന്ന ചൈനീസ് മേൽക്കൈ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ അരാക്കൻ സേനയ്ക്ക് ആയുധങ്ങളും രഹസ്യ വിവരങ്ങളും കൈമാറുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മ്യാൻമാർ സൈന്യവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് തക്കതായ തെളിവുകളൊന്നുമില്ല. ഇന്ത്യ ഈ ആരോപണം അംഗീകരിച്ചിട്ടുമില്ല. അതേസമയം മ്യാൻമാറിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായ നിലപാട്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്കും ആഭ്യന്തര പ്രശ്നങ്ങൾക്കും ഇടയിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനോട് കൂടുതൽ അടുക്കുന്നതും മ്യാൻമാർ അതിർത്തിയിൽ നിന്ന് പടർന്നു പിടിക്കുന്ന ഇന്ത്യയുടെ വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അസ്ഥിരതയും ഇന്ത്യയെ വിഷയത്തിൽ ഇടപെടാൻ നിർബന്ധിതരാക്കുമെന്ന് വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. രാഖൈനുകാർക്ക് വേണ്ടി പോരാടുന്നതെന്നും അവർക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നതെന്നും റോഹിംഗ്യങ്ങൾക്ക് ഞങ്ങൾ എതിരല്ലെന്നും അരാക്കൻ ആർമി പറയുന്നു. എന്നാൽ അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് അരാക്കൻ ആയിരക്കണക്കിന് റോഹിംഗ്യകളെയാണ് പുറത്താക്കിയിട്ടുള്ളത്. സൈന്യത്തിന്റെ കൂട്ടക്കൊലയിലും അക്രമത്തിലും ഭയന്ന് 2017 രാഖൈനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് കടന്നത് ലക്ഷക്കണക്കിന് റോഹിംഗ്യകളാണ്. അരാക്കൻ സൈന്യത്തിനെതിരായ സൈനിക നീക്കത്തിൽ റോഹിംഗ്യകൾ സൈന്യത്തോടൊപ്പം നിന്നതായും ആരോപണമുണ്ട്. മ്യാൻമാർ ബംഗ്ലാദേശ് അതിർത്തിയിൽ ജിഹാദി സംഘങ്ങൾ ഹിന്ദുക്കൾക്കും ബുദ്ധ മതക്കാർക്കുമെതിരെ ക്രൂരതകൾ അഴിച്ചുവിടുന്നതായി അരാക്കൻ സേന ആരോപിക്കുന്നുണ്ട്. അതിർത്തിയിലെ റോഹിംഗ്യൻ സംഘടനകൾ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും നടത്തുന്നുണ്ടെന്നും ചില സംഘടനകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായും അൽഖ്വയ്ദയുമായും ബന്ധമുണ്ടെന്നും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ആക്രമിക്കാൻ മാങ്ഡോ പട്ടണത്തിലെ മുസ്ലിങ്ങളെ ഇളക്കിവിടുന്നതായിട്ടും ഒക്കെ അവർ ആരോപിക്കുന്നുണ്ട്. ഇത്തരം സംഘങ്ങൾ വളർന്നു വരുന്നതിന് ബംഗ്ലാദേശ് ഒത്താശ ചെയ്യുന്നു എന്നാണ് അരാക്കൻ സേനയുടെ ആരോപണം. നന്ദി.